നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വിടും. ആലത്തൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിടുന്നത്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, ഈ ചെന്താമരയെ പോലീസ് പിടിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇപ്പോൾ ഇന്ന് കസ്റ്റഡിയിൽ വിടുന്ന സാഹചര്യവും അതുകൂടി കണക്കിലെടുത്തായിരിക്കും. എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് പോലീസ് എന്ന് മനസ്സിലാക്കുന്നു. ആര്യ, തീർച്ചയായും ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് ആലത്തൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്താമരയെ ഹാജരാക്കുക. അതിനുശേഷമാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുക. 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിടാൻ വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടതിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടെ നെന്മാറ പോത്തുണ്ടിയിൽ കൊലപാതകം നടന്ന പോത്തുണ്ടി മേഖലകളിലും അതേപോലെ തന്നെ ചെന്താമരയുടെ വീട്ടിലും അതേപോലെ ആയുധങ്ങൾ ഒളിപ്പിച്ച പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചുകൊണ്ട് വിശദമായ ഒരു തെളിവെടുപ്പാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുക. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടെ കർശന സുരക്ഷയോടുകൂടിയാണ് ചെന്താമരയെ പോത്തുണ്ടിയിൽ എത്തിക്കുക എന്നാണ് ഡിവൈഎസ്പി മുരളീധരൻ അറിയിച്ചിട്ടുള്ളത്. കാരണം ചെന്താമരയെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ നെന്മാറയിൽ വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷം ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ്റെ മതിലും അതേപോലെ തന്നെ ഗേറ്റ് അടക്കം തകർക്കുന്ന രീതിയിലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വികാരപരമായ രീതിയിൽ വലിയൊരു പ്രതിഷേധം തന്നെ ചെന്താമരക്കെതിരെ നാട്ടിലുണ്ട്. കാരണം ചെന്താമര നിരവധി പേരെ വകവരുത്തുമെന്ന് നാട്ടുകാരോട് പറഞ്ഞിരുന്നു. അതിൽ 5 പേരെ വകവരുത്തുമെന്നാണ് ചെന്താമര നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ വലിയൊരു ഭീതി ആ പ്രദേശത്തുണ്ടായിരുന്നു. ചെന്താമരയെ പിടികൂടുന്നത് വരെ വലിയൊരു ഭീതിയിലായിരുന്നു നെന്മാറ പോത്തുണ്ടി പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും. അതിനുശേഷമാണ് കൊലപാതകം നടന്നത്. 27-ാം തീയതി രാവിലെ 10 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം നടക്കുന്നത്. സുധാകരനും അതേപോലെ അമ്മ ലക്ഷ്മിയെയുമാണ് ചെന്താമര ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019-ൽ സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയവെയായിരുന്നു ജാമ്യം ലഭിച്ച ശേഷം വീണ്ടും ഇരട്ട കൊലപാതകം ചെന്താമര നടത്തിയത്. 36 മണിക്കൂറിനുള്ളിൽ ചെന്താമരയെ പോലീസ് പിടികൂടുകയും ചെയ്തു. തുടർന്നാണ് 14 ദിവസത്തേക്ക് ചെന്താമരയെ റിമാൻഡ് ചെയ്തത്. നിലവിൽ തൃശ്ശൂർ വിയൂർ അതീവ സുരക്ഷാ ജയിലിലാണ് ചെന്താമര കഴിയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടെ ചെന്താമരയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 500ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി ഈ മേഖലയിലാകെ പോത്തുണ്ടി മേഖലയിലാകെ വിന്യസിച്ചിട്ടുള്ളത്. ആര്യ, ശരി. എന്തായാലും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന ചെന്താമരയുമായി പോലീസ് ഇന്ന് വിശദമായ തെളിവെടുപ്പ് നടത്തും. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.